ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചുക്ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൽ ഡേ 2 ആണിന്ന്. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 52/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മൂന്നുമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ ജേം ഈസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സോ ദാറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം. ദ ജേം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. കാണാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ജേം ഈസ് ടു സ്മോൾ, വളരെ എന്താണ് ചെറുതായത് കൊണ്ട് തന്നെ ടു ബി സീൻ, അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനേക്കാളും വളരെ ചെറുതാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ഇതല്ല ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. ദ ജേം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ. കാണാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് അവിടെ നിർത്താം. ദ ജേം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കുഡ് നോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ. ദ ജേം ഈസ് സോ സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അപ്പോൾ ഇവിടെ സോ ദാറ്റ് വേണ്ടത് കൊണ്ട് ഇതുമല്ല. അപ്പൊ ഇത് രണ്ടിൽ ഏതെന്നാണ് ആൻസർ? ആൻസർ ആയിട്ട് വരേണ്ടത് ഇതാണ്, ഓപ്ഷൻ ബി. ദ ജേം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഓക്കെ, ഫൈൻഡ് ദ വേർഡ് ഇക്വലന്റ് ടു എ ഫീലിംഗ് of shyness or embarrassment that stops you from doing or saying that what you really want. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹിബിഷൻ, മിസറബിൾ, പെസിമിസം, അഗ്രസീവ്നെസ്. എന്താണ് അത്? ഇൻഹിബിഷൻ ആണ്. അതായത് നമുക്ക് എന്താ എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബാരസ്മെന്റ് ദാറ്റ് സ്റ്റോപ്പ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അതിൽ നിന്ന് നമുക്ക് ചെയ്യാനോ പറയാനോ ഉള്ള ആ ഒരു നമ്മുടെ ഒരു നാണക്കേടില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വേർഡ് പഠിച്ചു വെക്കുക, ഇൻഹിബിഷൻ. എന്താണ് മിസറബിൾ എന്ന് പറഞ്ഞാൽ? മിസറബിൾ എന്ന് പറയുന്നത് അൺഹാപ്പി അല്ലെ, അൺഹാപ്പി അല്ലെങ്കിൽ അൺകംഫോർട്ടബിൾ എന്നൊക്കെ പറയാം നമുക്ക് മിസറബിളിന്. പെസിമിസം എന്താണ്? പെസിമിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് പെസിമിസം? എ ടെൻഡൻസി ടു സീ ദ വേഴ്സ്റ്റ് ആസ്പെക്ട് ഓഫ് തിങ്സ് ഓർ ബിലീവ് ദാറ്റ് ദ വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ. അതായത് ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ ഏറ്റവും മോശം എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിച്ചടക്കുന്ന ആൾക്കാരെ. എ ടെൻഡൻസി ടു സീ ദ വേഴ്സ്റ്റ് ആസ്പെക്ട്സ് ഓഫ് തിങ്സ് ഓർ ബിലീവ് ദാറ്റ് ദ വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ. ഏറ്റവും മോശമായതാ നടക്കുള്ളൂ. അതായത് ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ല, അതിനെയാണ് ശുഭാപ്തി വിശ്വാസമാണ് ഈ പെസിമിസം എന്ന് പറയുന്നത്. അപ്പൊ പെസിമിസ്റ്റ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അടുത്ത എന്താണ്? അഗ്രസീവ്നെസ്. അതിന്റെ മീനിങ് ആയിട്ട് പറയുന്നത് ഹോസ്റ്റൈൽ, അതേപോലെ തന്നെ വയലന്റ് ബിഹേവിയർ. അതാണ് അഗ്രസീവ് നേച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ എന്താണ് അതിന്റെ മറ്റൊരു വേർഡ് ആണ് ഹോസ്റ്റൈൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഗിവൺ ബിലോ സെന്റൻസ്. നെയ്തർ ഓഫ് ദം ഡാഷ് മീ. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ 1 ചെയ്തത് 59/2024 ആയിരുന്നു. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അതായത് ഈ 52/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് പോയവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്തേനെ. കാര്യം സെയിം പാറ്റേൺ ആണ്. ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ലവ്സ് ആണ്. ലവ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, അതേപോലെ ഈച്ച് വൺ ഓഫ്, എയ്തർ ഓഫ്, എയ്തറും നെയ്തറും, അതേപോലെ വൺ എമംഗ് ദ, 1.5. ഇങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ എന്താണ്? പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ കൂട്ടത്തിൽ എന്താണ് വേണ്ടത്? സിംഗുലർ വെർബാണ് വേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് അല്ലെ. സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും നമ്മൾ പഠിക്കുന്നതാണ്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഹി സെഡ് അല്ലെ. അവൻ പറയാണ് എൻ്റെ അങ്കിളിന് എന്തായി ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത്. മൈ അങ്കിൾ അലാസ് ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ഒരിക്കലും അല്ല, അലാസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എക്സ്ക്ലമേഷൻ ആണ് പറയുന്നത്. ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. He told his uncle that he had met with an accident. അതുമല്ല, he cried that his uncle alas met with an accident. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്. he cried out that his uncle had met with an accident. Change the following sentence into superlative degree ആണ്. superlative degree വരുമ്പോൾ നമുക്കറിയാം എന്താണ് അതിന്റെ കൂട്ടത്തിലെ ഒരു ദാ വേണമെന്ന് നമുക്കറിയാം അല്ലെ. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ്. ദാൻ വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്? ഫാസ്റ്റർ ദാൻ, ടോളർ ദാൻ. അവിടെ ഒരു കമ്പാരിറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും എന്ത് വരണം? അത് കഴിഞ്ഞിട്ട് ഒരു ഡാ വരണം. അപ്പോൾ ഇവിടെ എന്ത് വരും? എനിത്തിങ് എൽസ് ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ് ഇൻ ദ വേൾഡ്. അതല്ല,
എനിത്തിങ് എൽസ് ട്രാവൽ ഫാസ്റ്റസ്റ്റ് ദാൻ, അതുമല്ല. ഇവിടെ എന്താ വരേണ്ടത്? ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽ ദ ഫാസ്റ്റസ്റ്റ്. ഫാസ്റ്റസ്റ്റ് അതാണ് നമ്മുടെ എന്ത്? ഫാസ്റ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ആണെന്ന് അറിയാം. ഫാസ്റ്റസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ ഇതുമല്ല നമുക്ക് ആദ്യം തന്നെ നമുക്ക് കളയാൻ പറ്റും അല്ലെ. ഫാസ്റ്റസ്റ്റിൽ വരുമ്പോഴേക്കും ഏതാണ്? ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ്, ലോകത്തിലുള്ളത് എല്ലാത്തിലും വെച്ചിട്ട് ലൈറ്റ് ട്രാവൽ ദ ഫാസ്റ്റസ്റ്റ്, ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഏതാണ്? ലൈറ്റ് ആണ്. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നത്. ഓക്കെ, സൂപ്പർലേറ്റീവിന്റെ ആ ഒരു ഫോം എന്താണോ അതിന് മുമ്പായിട്ട് എന്ത് വരണം? ദാ വരണം. കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? ദാൻ വരണം. ഓക്കെ, അതൊക്കെയാണ് അവിടുത്തെ ടിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഗിവൺ ബിലോ. പ്രപ്പോസിഷൻ ആണ്. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. എന്തായിരിക്കും ഇവിടെ വരേണ്ടത്? ഇവിടെ ഓവർ ആണ് വരേണ്ടത്. ഓവർ, അതായത് ഒന്നിന് മുകളിലായിട്ട്, കോമ്പൗണ്ട് വാളിനെ മുകളിലേക്ക് അല്ലെങ്കിൽ അതിനധികമായിട്ട്, അതിനെ മറികടന്ന് ചാടി എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ ഓവർ എന്നൊരു പ്രപ്പോസിഷൻ വെച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. Find out the meaning of the word of the idiom tie yourself up with knots. Tie yourself up with knots എന്ന് പറഞ്ഞാൽ എന്താണ്? Believe something good about someone, make no progress in an argument, become very confused when you are trying to explain something, trying to modify an opinion. എന്താണ്? Become very confused when you are trying to explain something. അതിനെയാണ് tie yourself up with knots എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് കുറച്ച് ഒരു 3 എണ്ണം നമുക്ക് പഠിച്ചു വെക്കാം. ഒന്ന് പഠിച്ചു വെച്ചു. ഫ്രഞ്ച് ലീവ്. എന്താണ് ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രഞ്ച് ലീവ് നമ്മളൊക്കെ സ്കൂളിൽ എടുക്കുന്നത് എന്താണ്? ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ. ഒരു പെർമിഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഓഫീസുകളിലൊക്കെ നമ്മൾ പെർമിഷൻ ഒന്നും എടുക്കാണ്ട് അങ്ങ് ലീവ് എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്നത്. ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ. ഇനി റെഡ് ലെറ്റർ ഡേ എപ്പോഴും ചോദിക്കുന്നതാണ്. റെഡ് ലെറ്റർ ഡേ എന്താണ്? റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ റെഡ് എ വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേ. അതിനെയാണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേ. ഓക്കെ, നെക്സ്റ്റ് ആണ് തിക്ക് ആൻഡ് തിൻ. എന്താണ് തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്ന ഇഡിയമിന്റെ മീനിങ്? തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ഓൾ കണ്ടീഷൻ. അണ്ടർ ഓൾ കണ്ടീഷൻ, ഇതാണ് തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. അണ്ടർ ഓൾ കണ്ടീഷൻസ്. അപ്പോൾ ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ എ വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേ. തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത് അണ്ടർ ഓൾ കണ്ടീഷൻസ് ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? വൺ ഡാഷ് വേ വി സോ, ഓൺ ഡാഷ് വേ വി സോ ഡാഷ് ഐഡ് വൺ ഐഡ് മാൻ. ഈ വൺ ഐഡ് മാൻ വരുമ്പോഴേക്കും ആൻ അല്ല എ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടുമല്ല എന്ന് നമുക്കറിയാം. ഒന്നുകിൽ ദയും എയും വനം, അല്ലെങ്കിൽ എ. ഓൺ എ വേ എന്നല്ല, നമ്മൾ ഓൺ ദ വേ വി സോ എ വൺ ഐഡ് മാൻ. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലെ കുറെയൊക്കെ. ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ. ഓക്കെ, വാട്ട് ഈസ് ആൻ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവേഷൻ ഗിവൺ ബിലോ? AM എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? എന്താണ്? ആന്റി മെറിഡിയം എന്നാണ്. ആന്റി മെറിഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി മെറിഡിയം ബിഫോർ മിഡ് ഡേ. ഇതാണ് AMന്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ PM എന്താണ്? PM എന്ന് പറയുന്നത് പോസ്റ്റ് മെറിഡിയം ആണ്. പോസ്റ്റ് മെറിഡിയം ആണ് PM എന്ന് പറയുന്നത്. അതേപോലെ AD നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ADയുടെ മീനിങ് CRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. അന്നോ ഡൊമിനി. അതാണ് AD എന്ന് പറയുന്നത്. എന്താണ് BC എന്ന് പറയുന്നത്? ബിഫോർ ക്രൈസ്റ്റ് ആണ്. ബിഫോർ ക്രൈസ്റ്റ്. ഈ AM ഉം PM ഉം AD യും BC ഒക്കെ നമ്മുടെ പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 4 കാര്യങ്ങളാണ്. സോഷ്യലിലാണത് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫ്യൂഡ്. ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാറൽ വഴക്ക്, എന്താ ഡിസ്പ്യൂട്ട്, അതേപോലെ തന്നെ റാങ്കിൾ എന്നൊക്കെ പറയും. അപ്പൊ എന്താണ്? ക്വാറൽ പഠിച്ചു വെക്കുക. എന്താണ് ഫ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാറൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഇനി നമ്മുടെ മലയാളമാണ് വരുന്നത്. മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? മാവിന്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? അപ്പൊ നമുക്കിവിടെ എന്ത് പഠിക്കണം? അപ്പൊ നമുക്ക് ഒരെണ്ണം പര്യായമല്ലെന്നറിയാം, ബാക്കി 3 എന്തായിരിക്കും? മാവിന്റെ പര്യായമാണ്. അപ്പൊ നമുക്ക് അത് പഠിച്ചു വെക്കാം. ചൂതം എന്ന് പറഞ്ഞാൽ മാവാണ്. ആമ്രം എന്ന് പറഞ്ഞാൽ മാവാണ്. രസാലം എന്ന് പറഞ്ഞാൽ മാവാണ്. ആൻസർ ആയിട്ട് വരേണ്ടത് വരകമാണ്. അപ്പൊ പഠിച്ചു വെച്ചോ, മാവിന്റെ പര്യായമാണ് എന്തൊക്കെ? ചൂതം, അമ്രം, രസാലം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ച മീനിങ്സ് എന്തൊക്കെയായിരുന്നു? ശബ്ദം പഠിച്ചിരുന്നു. എന്താണ്? രവം, സ്വനം, സ്വനി.
രവം സ്വനം ധ്വനി എന്ന് നമ്മൾ ശബ്ദത്തിന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ മഞ്ഞ് പഠിച്ചിരുന്നു. മഞ്ഞ്, ഹിമം, നീഹാരം, തുഷാരം മഞ്ഞാണെന്ന് പഠിച്ചു. അതിൽ ഓപ്ഷൻ തന്നിരുന്ന മാൻ ഉണ്ടായിരുന്നു. ഹരിണം, കുരങ്കം, സാരംഗം ഒക്കെ മാനാണെന്ന് പഠിച്ചു. വാക്കാണെങ്കിൽ എന്താണ്? പാണി, പദം, ഭാഷ, സരസ്വതിയൊക്കെ വാക്കാണെന്ന് പഠിച്ചു. അങ്ങനെ മീനിങ്സ് അതാണ് നമ്മൾ പഠിച്ചത്. ശരിയായ പദം കണ്ടെത്തുക. ഏതാണ് ഇവിടെ ശരിയായ പദം? കവയിത്രി. കവയിത്രിയാണ് ശരിയായ പദം എന്ന് പറയുന്നത്. കവയിത്രി. ഓക്കെ. അതേപോലെ കർക്കിടകം. കർക്കിടകത്തിന് എങ്ങനെയാണ് പറയേണ്ടത്? കർക്കടകം. ഇതാണ് കർക്കിടകത്തിന്റെ ശരിയായിട്ട് പറയേണ്ടത്. കർക്കിടകം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, പക്ഷെ അത് ശരിക്കും എന്താണ്? കർക്കടകമാണ്. അതേപോലെ യാദൃച്ഛികമാണെങ്കിൽ എന്താണ്? യാദൃച്ഛികം. ഇതാണ് യാദൃച്ഛികം. എങ്കിൽ ശരചന്ദ്രൻ എങ്ങനെയാണ്? ശരചന്ദ്രൻ. ഇങ്ങനെയാണ് ശരചന്ദ്രൻ എഴുതേണ്ടത്. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്ത്? വിദ്വാൻ. വിദ്വാൻ എന്താണ്? വിദുഷി. വിദ്വാൻ വിദുഷിയാണ്. അങ്ങനെയാണെങ്കിൽ ഗുരു. ഗുരു എന്താണ്? ഗുരു ഗുർവി. ഗുർവി. ധനവാൻ. ധനവാനാണെങ്കിലോ? ധനവാൻ. ധനവതി. ധനവതി. അതേപോലെ നേതാവാണെങ്കിലോ? നേതാവ്. നേത്രി. രക്ഷകനാണെങ്കിലോ? രക്ഷകൻ. എന്താണ്? രക്ഷിക. രക്ഷികയാണ്. രക്ഷകൻ രക്ഷികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തൊക്കെയാണ്? ലേഖകൻ ലേഖിക പറഞ്ഞു. കാതികൻ കാതിക പറഞ്ഞു. പ്രഭു പ്രഭ്യു പറഞ്ഞു. നായകൻ നായിക പറഞ്ഞു. ഓക്കെ. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത്? അശ്വത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അരയാലാണ്. അരയാൽ. അരയാൽ. ഇനി കാറ്റാണെങ്കിൽ നമുക്ക് ഒരെണ്ണം പഠിച്ചു വെക്കാം. കാറ്റ്. അനിലൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മാളിക. മാളികയുടെ മറ്റൊരു ഇതാണ് രാജധാനി. മാളികയാണ്. മുറ്റം. മുറ്റമാണെങ്കിൽ എന്താണ്? മുറ്റം. അങ്കണം. അങ്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുറ്റമാണ്. ഓരോ മീനിങ്സ് ആണ് പഠിച്ചു വെക്കുക. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹത്തെ പറയുന്ന പേരാണ് എന്ത്? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസയാണ്. എങ്കിൽ എന്താണ് പിപാസ? പിപാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹത്തെയാണ് പിപാസ എന്ന് പറയുന്നത്. എന്താണ് ബുഭുക്ഷ? ബുഭുക്ഷ എന്ന് പറയുന്നത് ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തെയാണ് ബുഭുക്ഷ എന്ന് പറയുന്നത്. എന്താണ് വിവക്ഷ? വിവക്ഷ എന്ന് പറയുന്നത് പറയാനുള്ള ആഗ്രഹത്തെയാണ് വിവക്ഷ എന്ന് പറയുന്നത്. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ, ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. വിപരീത പദം എഴുതുക. സ്വകീയം. സ്വകീയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരേണ്ടത്? പരകീയം. സ്വകീയം പരകീയം. പഠിച്ചു വെച്ചു. സ്വകീയം പരകീയം. ഗാഢം. ഗാഢം വിപരീതം എന്താണ്? ഗാഢമാണ്. അല്ലെങ്കിൽ അതിന്റെ വിപരീതം വരേണ്ടത് ശിഥിലമാണ്. ഓക്കെ. അതേപോലെ പരാധീനം. പരാധീനം ഓപ്പോസിറ്റ് എന്താണ്? സ്വാധീനം. പരാധീനം സ്വാധീനമാണ്. നെക്സ്റ്റ് എന്താണ്? സ്വായത്തം. സ്വായത്തം ഓപ്പോസിറ്റ് എന്താണ്? പരായത്തം. പരായത്തമാണ് സ്വായത്തം. ഔദാര്യം. ഔദാര്യം ഓപ്പോസിറ്റ് എന്താണ്? അനൗദാര്യം. അനൗദാര്യം. ഓക്കെ. അപ്പൊ സ്വകീയം പരകീയം, ഗാഢം ശിഥിലം, പരാധീനം സ്വാധീനം, സ്വായത്തം പരായത്തം, ഔദാര്യം അനൗദാര്യം. പിരിച്ചെഴുതുക. പടക്കളം. പടക്കളം എങ്ങനെയായിരിക്കണം പിരിച്ചെഴുതേണ്ടത്? പട പ്ലസ് കളമാണ് പടക്കളം എന്ന് പറയുന്നത്. പട പ്ലസ് കളം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പട പ്ലസ് കളം പടക്കളമാണ്. എങ്കിൽ പഴക്കട. പഴക്കട എങ്ങനെയായിരിക്കും? പഴക്കട എന്ന് പറയുന്നത് പഴ പ്ലസ് കടയല്ല, പഴം പ്ലസ് കടയാണ് പഴക്കട എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? പൂന്തിങ്കൾ. പൂന്തിങ്കൾ എങ്ങനെ പിരിച്ചെഴുതാം നമുക്ക്? പൂന്തിങ്കൾ. പൂ പ്ലസ് തിങ്കളാണ് പൂന്തിങ്കൾ എന്ന് പറയുന്നത്. എങ്കിൽ ഉച്ഛ്വാസം. ഉച്ഛ്വാസം എങ്ങനെ തിരിച്ചെഴുതാം? ഉച്ഛ്വാസം. പ്ലസ് ശ്വാസമാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മനസ്താപം. മനസ്താപം എന്താണ്? മന പ്ലസ് താപമാണ് മനസ്താപം എന്ന് പറയുന്നത്. മന പ്ലസ് താപം. പഴക്കട, പഴം പ്ലസ് കട, പൂത്തിങ്കൾ, പൂ പ്ലസ് തിങ്കൾ, ഉച്ഛ്വാസം, ഉത് പ്ലസ് ശ്വാസം, മനസ്താപം, മന പ്ലസ് താപം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഓലപ്പാമ്പ് കാട്ടുക എന്താണ്? ഭീഷണിപ്പെടുത്തുക അല്ലെ? ഭീഷണിപ്പെടുത്തുകയാണ്. നീ എന്നെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നു വേണ്ടെന്ന് പറയത്തില്ലേ? എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത്. എങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചു. മുയൽ കൊമ്പ്. എന്താണ് മുയൽ കൊമ്പ് എന്ന് പറഞ്ഞാൽ? ആ ഒരു ശൈലിയുടെ മീനിങ് എന്താണ്? ഇല്ലാത്ത വസ്തു. മുയലിന്
കൊമ്പുണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുയൽ കൊമ്പെന്ന് പറയുന്നത്. എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ് അജഗജാന്തരം. എന്താണ് അജഗജാന്തരം? അല്ലെ, ആനയും ആടും, അതാണ് അജവും ഗജവും. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ അതായത് വലിയ വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അജഗജാന്തരം എന്ന് പറയുന്നത്. ശരിയായ വാക്യം കണ്ടെത്തുക. മറ്റു ഗത്യന്തരം ഇല്ലാതായപ്പോഴാണ് ലീലയ്ക്ക് വീട് നൽകേണ്ടി വന്നത്. ഗത്യന്തരമില്ലാത്ത അവിടെ മറ്റു ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ അല്ല. അടുത്ത് എന്താണ് പറയുന്നത്? ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ, അതും വേണ്ട ഇതും വേണ്ട, ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരം. ഈ മറ്റും ഗത്യന്തരവും ഒരുമിച്ച് വരേണ്ട, രണ്ടും ഒരേ മീനിങ് ഉള്ളതാണ്. അപ്പൊ ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ചേർത്തെഴുതുക. നല് പ്ലസ് നൂലാണ് എന്ത്? നന്നൂൽ. നന്നൂൽ, നന്നൂലാണ് നല് പ്ലസ് നൂൽ. അങ്ങനെയാണെങ്കിൽ എൺ പ്ലസ് നൂറ് എന്താണ്? എൺ പ്ലസ് നൂറ് എന്ന് പറഞ്ഞാൽ 800. 800. ഉത് പ്ലസ് ശിഷ്ടം എന്താണ്? ഉത് പ്ലസ് ശിഷ്ടം എന്തായിരിക്കും? ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം. നമ്മൾ ഉച്ഛ്വാസം നേരത്തെ പറഞ്ഞില്ലേ? ഉച്ഛ്വാസം പറയുമ്പോൾ എങ്ങനെയാണ്? ഉത് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. അതേപോലെ ഇവിടെ ഉത് പ്ലസ് ശിഷ്ടം, ഉച്ഛിഷ്ടമാണ്. അടുത്ത് നോക്കി വെക്കുക. തപസ്. തപസ് പ്ലസ് ചര്യ എങ്ങനെയാണ് എഴുതേണ്ടത്? കൂട്ടി എഴുതുമ്പോഴേക്കും തപശ്ചര്യ എന്ന് വരും. ഓക്കെ. അതേപോലെ തിരു പ്ലസ് പാദം. തിരു പ്ലസ് പാദം എന്താണ്? തിരു പ്ലസ് പാദം എന്ന് പറയുന്നത് തൃപ്പാദം. തൃപ്പാദമാണ് തിരു പ്ലസ് പാദം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. മാത്സ് ആണ് വരുന്നത്. 82/2024. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവായി വരുന്ന സംഖ്യ ഇത്. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. 5ഉം 10ഉം കൊണ്ട് ഹരിക്കുമ്പോൾ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എൽസിഎം കണ്ടുപിടിക്കണം. എന്തിന്റെ? 5ന്റെയും 10ന്റെയും എൽസിഎം കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം 10 എൽസിഎം എന്ന് പറയുന്നത്, അല്ലെ? 5, 10 എൽസിഎം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 10 എൽസിഎം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്? 5 കൊണ്ട് ഹരിക്കുമ്പോഴും 10 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 വന്നം, അല്ലെ? ശിഷ്ടം 3 വന്നെങ്കിൽ എന്തായിരിക്കും? അതിനോട് 3 കൂട്ടിയാൽ മതി. 13 സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സംഖ്യ 13 ആണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കണം? പിന്നെ വരുന്ന അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 23 ആയിരിക്കണം. ആ എൽസിഎം അങ്ങ് കൂട്ടി 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 പോയാൽ മതി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ പൊതുവ്യത്യാസമാണ്. 13, 23, 33 ഇങ്ങനെ പോകും. അപ്പൊ അടുത്ത സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായിട്ട് വരുന്ന എത്രയായിരിക്കണം? തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10. സോ 10 ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. 5 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 5 മുതൽ 25 വരെ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉൾപ്പെടുത്തണം? 5 ഉൾപ്പെടുത്തണം, 25 ഉൾപ്പെടുത്തണം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാവുന്നത് ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള 1 മുതൽ n വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? 1, 1, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇങ്ങനെയല്ലേ പോകുന്നത്? 7, ഇങ്ങനെ 25 വരെയും വരും. അങ്ങനെയാണെങ്കിൽ ഈ 1 മുതൽ ഇവിടം വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം എത്രയാണ്? 5ന് തൊട്ട് മുമ്പ് വരെ ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. നമുക്കറിയാം 1 മുതൽ 4 വരെയുള്ള ഒറ്റസംഖ്യകൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്, അല്ലെ? അപ്പൊ എന്ത് വരും? തുക എന്ന് പറയുന്നത് n² ആണ്, 4 ആണ്. ഇനി നമുക്ക് നോക്കാം. 1 മുതൽ 25 വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് n എത്രയാണ്? അവിടെ 1 മുതൽ 25 വരെയാണ്. അവിടെ 13 ഒറ്റസംഖ്യകളാണ് ഉണ്ടാകുന്നത്. 13. അവിടെ എന്ത് ചെയ്യണം? n², അതായത് 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് 5 മുതൽ 25 വരെയാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്നത് ഇവിടം വരെ എത്രയാണ്? 4 ആണ്, അല്ലെ? ഇത് മൊത്തത്തിൽ എത്രയാണ്? 169 ആണ്. അപ്പൊ ഇത്രയും അങ്ങ് കുറച്ചാൽ മതി ഈ ഇതിന്റെ സമ്മ് കിട്ടാനായിട്ട്. അതായത് 169ൽ നിന്ന് 4 കുറക്കുമ്പോൾ 165 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് സമാന്തര ശ്രേണിയുടെ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും, അല്ലെ? 5, 7, 9 ഇതല്ലേ ഒറ്റസംഖ്യ എന്ന് പറയുന്നത്. അങ്ങനെ 25 വരെയും വരും. 25 വരെ എന്ന് പറയുമ്പോൾ ഇത് എത്ര എണ്ണമാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എണ്ണം ഒന്നുകിൽ നമുക്ക് ഇത് എണ്ണി നോക്കാം, ചെറിയ നമ്പർ അല്ലേ. അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്ന് പറയുന്നത് അവസാന പദത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ആദ്യ പദം മൈനസ് ചെയ്യണം, ഡിവൈഡ് ബൈ
ഡി ചെയ്യണം +1. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവസാന പദം 25 25-ൽ നിന്ന് ആദ്യ പദം കുറക്കണം, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം, 1 കൂട്ടണം. 25-ൽ നിന്ന് 25 കുറക്കുമ്പോൾ 20 കിട്ടും. 20/2 എന്ന് പറയുന്നത് 10 10 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 11 സംഖ്യകളാണ് ഉള്ളത്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? തുകയല്ലേ, സം എന്ന് പറയുന്നത് ഇക്വേഷൻ ഇതാണ്. n/2 × a + an, ആദ്യ പദം പ്ലസ് അവസാന പദമാണ്. n/2 എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 11/2. a എന്ന് പറയുന്നത് 5 5 + 25 എന്ന് വരും. 11/2 × 30 എന്ന് വരും. ഇവിടെ കട്ടായി പോകും, 15 വരും. 11 × 15 എന്ന് പറയുന്നത് 165 ആണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7-ാം പദം 52 ആയാൽ 16-ാം പദം എത്ര? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സമാന്തര ശ്രേണി എഴുതുമ്പോൾ ഇത് എ ആണ് അല്ലെ, ഇത് a + d ആണ്. പൊതുവ്യത്യാസം നമ്മളിങ്ങനെ കൂട്ടിയാണ് എഴുതുന്നത്. അപ്പൊ നമ്മുടെ 7-ാം പദം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതേണ്ടത്? 7-ാം പദം എന്ന് പറഞ്ഞാൽ a + 6d ആയിരിക്കും. 3-ാം പദമാണ് a + 2d. 4-ാം പദം എന്തായിരിക്കും? a + 3d. ഒന്ന് കുറച്ചാൽ മതി. a + 6d ആണ് 7-ാം പദം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിവിടെ നിൽക്കട്ടെ, എത്രയും ആയിക്കോട്ടെ. ഇപ്പൊ 7-ാം പദം നമുക്കറിയില്ല, നമുക്ക് ഇവിടെ 10 എന്ന് കൊടുക്കാം. കോമൺ ഡിഫറൻസ് 1 ആണെന്ന് വെക്കും. നമ്മൾ തൊട്ടടുത്ത പദം എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ 10നോട് 1 കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 11 കിട്ടുന്നത്. അടുത്ത പദം എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ 11നോട് 1 കൂട്ടുമ്പോൾ നമുക്കിവിടെ 12 കിട്ടും. അങ്ങനെയല്ലേ പോകേണ്ടത്? അതായത് ഇവിടെ നോക്കിക്കേ, ഈ പദം എത്ര, ഇവിടെ ഫ്രണ്ടിൽ എത്രയുണ്ടോ ഈ പദം കഴിഞ്ഞിട്ട് 1 2 3 തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന, ഇത് നമ്മുടെ 7-ാം പദമാണെങ്കിൽ ഇത് 7, ഇത് 8, ഇത് 9, ഇത് 10-ാം പദം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 7-ാം പദം തന്നിട്ട് നമുക്കറിയാം 7-ാം പദം 52 ആണെന്നറിയാം. നമുക്ക് വേണ്ടത് 16-ാം പദമാണ്. 16 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? 7 കഴിഞ്ഞിട്ട് 8 9 10 11 12 13 14 15 16 9 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്? ഈ പറയുന്ന 16-ാം പദം കിട്ടുന്നത്. 16-ാം പദം, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 9 തവണ പൊതുവ്യത്യാസം, 7-ാം പദത്തോട് 9 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16-ാം പദം കിട്ടി. അപ്പൊ ഇവിടെ എന്ത് കിട്ടണം? 52 + 9 × പൊതുവ്യത്യാസം എത്രയാണ്? d എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ എങ്ങനെ വരും? 52 + 9 × 6 എന്ന് പറയുന്നത് 54 ആണ്. ആൻസർ ഇവിടെ എത്ര വരും? 106 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ 7-ാം പദം 52 ആണെങ്കിൽ 16-ാം പദം എന്ന് പറയുന്നത് 106 ആണ്. 16-ാം പദം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണിന്റെ അളവ് എത്ര? ഏത് ബഹുഭുജം ആയിക്കോട്ടെ, അതിന്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ത്രികോണമാണെങ്കിൽ എന്താണ്? n-2 × 180, അതായത് ഇവിടെ 2-ൽ 3-ൽ 3 - 2 എന്ന് വരും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. 3 - 2 1, ഇവിടെ എത്ര വരും? 180 വരും. ഇനി അടുത്ത എന്താണ്? സ്ക്വയർ ആണെങ്കിൽ എത്ര വരും? n-2 × 180 എന്ന് വരും. അതായത് ഇവിടെ എത്ര വരും? 4 - 2 2 × 180 360 വരും. ഇങ്ങനെയാണ് നമ്മൾ അകക്കോണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 12 ഭുജങ്ങളുണ്ട്. അതായത് 12 ഭുജങ്ങളുണ്ടെങ്കിൽ 12 സൈഡും ഉണ്ടാവും അല്ലെ. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? n ആണ് ഇവിടുത്തെ 12 എന്ന് പറയുന്നത്. 12 - 2 × 180 ആണ് അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത്. 10 × 180 വരും. 1800 ആണ് തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്ന? ഒരു അകക്കോണിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ 1800 ആണെങ്കിൽ ഒരു അകക്കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഈ പറയുന്ന 1800-നെ ഈ 12 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. ആൻസർ കിട്ടുന്നത് 150 ഡിഗ്രിയാണ്. അപ്പൊ 150 ഡിഗ്രിയാണ് അതിന്റെ ഒരെണ്ണത്തിന്റെ കോണിന്റെ തുക എന്ന് പറയുന്നത്, ഒരു കോണളവെന്ന് പറയുന്നത്. ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര? ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു കോൺ 45 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ലംബവശം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ കർണം എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രിഗ്നോമെട്രി വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 1:1:√2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് 45 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇതും 45 ആയിരിക്കും.
ഓക്കെ, ഇതും 45 ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾക്ക് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണെന്നറിയാം. അപ്പൊ ഇതെന്താണ്, ഇതിന് 45 ആണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 8 ആണെങ്കിൽ ഇതും 45 ആണ്, ഈ 45ന്റെ ഓപ്പോസിറ്റ് ഇവിടെയും എത്രയായിരിക്കും, 8 സെന്റിമീറ്റർ ആയിരിക്കും. പാദവും അറിയാം ലംബവും അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കർണം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലെ. 64 പ്ലസ് 64 എന്ന് വരും, എന്ത്, കർണം സ്ക്വയർ എന്ന് പറയുന്നത്. 64 എന്ന് പറയുമ്പോൾ എത്ര വരും, 128 വരും. ഓക്കെ, റൂട്ട് ഓഫ് 128 ആണ് കർണം എന്ന് പറയുന്നത്. അതായത് റൂട്ട് 64 ഇൻറ്റു 2 എന്ന് വരും. 8√2 ആണ് കർണം വരേണ്ടത്, 8√2 ആണ്. ഇനി ഇത് തന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ റിലേഷൻ വെച്ചിട്ടാണ്. 1:1:√2 ആണ് 45 45 90 ഉള്ള ത്രികോണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത്. ഈ 45 45ന്റെയും പ്ലേസിലാണ് നമ്മുടെ 1 വന്നിരിക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് 8 ആണ്. അപ്പൊ ഇവിടെയും എന്താണ്, ഇവിടെയും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് 8 തന്നെയായിരിക്കും, 1 തന്നെയല്ലേ. ഇനി ഇവിടെ എന്തായിരിക്കും, തമ്മിൽ അങ്ങ് ഗുണിക്കുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/8 ഇത് തമ്മിൽ ഹരിക്കുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. 8/1 എന്ന് വരും, 8/1 ഇൻറ്റു √2, അതായത് 8√2 വരും. ഓക്കെ, ഇത് നമ്മുടെ ബേസിക് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ലെവലിലാണ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ പഠിക്കുന്നത്. ഈ ഒരു റിലേഷൻ പഠിക്കുന്നത് ഒരു 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മളിത് പഠിക്കുന്നത്. അത് രണ്ടും കൂടി മെർജ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ നമ്മുടെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1,4 വൃത്തകേന്ദ്രം 3-4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വൃത്തമാണ് എങ്കിൽ ഇത് ആ വൃത്തത്തിന്റെ എന്താണ്, വ്യാസമാണ്. ഇതതിന്റെ സെന്റർ ആണ് എങ്കിൽ ഒരറ്റം തന്നിട്ടുണ്ട്, എത്രയാണ്, 1,4 ആണ് ഒരറ്റമെങ്കിൽ മറ്റേ അറ്റം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെന്റർ എത്രയാണ്, 3-4 ആണ്. ഇത് വൃത്തകേന്ദ്രമായത് കൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും, ഈ പറയുന്ന, ഇപ്പൊ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന രേഖയുടെ മധ്യബിന്ദുവാണ് എന്താ, ഒ എന്ന് പറയുന്ന പോയിന്റ്. നമുക്കറിയാം മധ്യബിന്ദു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അതായത് ഇത് x1 y1ഉം ഇത് x2 y2 ആണെങ്കിൽ മിഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2ഉം y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2ഉമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്, ഈ മിഡ് പോയിന്റ് നമുക്കറിയാം അല്ലെ. അതായത് ഇവിടെ എന്ത് വരും, നമുക്ക് ഈ പോയിന്റിന് നമുക്ക് എക്സും വൈ ആക്കി കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് അല്ലെ. ഇത് തമ്മിൽ കൂട്ടി പകുതി എടുക്കുന്നതാണ് ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്ര വരും, 6 വരും. എക്സ് എന്ന് പറയുന്നത് 6 മൈനസ് 1 5 വരും. നെക്സ്റ്റ് എന്ത് വരും, 4 പ്ലസ് വൈ ഈക്വൽ ടു -4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, വൈ എന്ന് ഡിവൈഡ് ബൈ 2 അല്ലെ. വൈ എന്ന് പറയുന്നത് എത്ര വരും, -4 ഇൻറ്റു 2. വൈ എന്ന് പറയുന്നത് -8 ആണ്. -8 ഇവിടുത്തെ +4 ഇപ്പുറം വരുമ്പോൾ -4 ആയിട്ട് വരും. സോ -12 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ എക്സും വൈ എന്ന് പറയുന്ന പോയിന്റ്സ് എന്താണ്, എക്സ് എന്ന് പറയുന്ന 5ഉം വൈ എന്ന് പറയുന്നത് -12ഉമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്, 5 -12 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത് ആൻസർ എന്ന് പറയുന്നത് 2/17 2/7 ആണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. 2/7 ആണ്. ഒരു അതിവർഷത്തിലാണെങ്കിൽ 53 ഞായറാഴ്ച മാത്രമല്ല, ഏത് ദിവസം, ഇപ്പൊ 53 തിങ്കളാഴ്ചകൾ വരാൻ, 53 വെള്ളിയാഴ്ചകൾ വരാൻ, അങ്ങനെ എന്ത് ചോദിച്ചാലും അത് 2/7 ആണ്. എങ്കിൽ ഇത് തന്നെ ഒരു സാധാരണ വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എത്രയായിരിക്കും, 1/7 ആയിരിക്കും. അത് ചെയ്യേണ്ട എങ്ങനെയാന്ന് പറഞ്ഞു തരാം. നമുക്കറിയാം അതിവർഷം, ലീപ്പ് ഇയർ എന്ന് പറയുന്നത് അതിവർഷം, അതിൽ എത്ര ദിവസമുണ്ട്, 366 ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ആഴ്ചകളെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആഴ്ചകൾ എന്ന് പറയുന്നത് 366 ഡിവൈഡ് ബൈ 7 ചെയ്യണം. ഇവിടെ 52ഉം ശിഷ്ടമായിട്ട് 2ഉം വരും. ഓക്കെ, അപ്പൊ 52 കംപ്ലീറ്റ് ആഴ്ചകൾ കിട്ടി. ബാക്കി 2 ദിവസമുണ്ട്. ഈ 2 ദിവസം നമുക്ക് എങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ ആ 2 ദിവസം എന്ന് പറയുന്നത് ഞായറും തിങ്കളുമായിട്ട് വരാം അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ വരാം, തിങ്കളും ചൊവ്വയുമായിട്ട് വരാം. അല്ലെങ്കിൽ എങ്ങനെ വരാം, ചൊവ്വ ബുധൻ അല്ലെ. അല്ലെങ്കിൽ ബുധൻ വ്യാഴം, അല്ലെങ്കിൽ വ്യാഴം വെള്ളി, വെള്ളി ശനി. ലാസ്റ്റ് എങ്ങനെ വരാം, എഗെയിൻ നമുക്ക്
ശനി ഞായറായിട്ട് വരാം. ഇവിടെ നോക്കിക്കേ, ഞായർ ഒന്നുകിൽ ഈ കേസിൽ വരാം അല്ലെങ്കിൽ ഈ കേസിൽ വരാം. ഇങ്ങനെ 7 ചാൻസാണ് നമുക്കുള്ളത്. അതിൽ മൊത്തം എത്രയാണ്? 7 ചാൻസിൽ 2 തവണ നമുക്ക് ഞായറാഴ്ച വരാൻ സാധ്യതയുണ്ട്. അത് ഏതും ആയിക്കോട്ടെ. ഇപ്പൊ തിങ്കളാഴ്ച വരാനാണെങ്കിൽ എന്താണ്? അതേ 2 തവണ ഉണ്ടോ? അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിവർഷമാണെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിവർഷത്തിൽ ഏതൊരു ആഴ്ചയും 2 തവണ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 53 തവണ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2/7. സാധാരണ വർഷത്തിലാണെങ്കിൽ അത് 1/7. ഒരു സംഖ്യയുടെയും അതിന്റെ വിൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം x ആണ്. അതിന്റെ വിൽക്രമം എന്ന് പറയുന്നത് 1/x ആണ്. രണ്ടിന്റെയും തുക 6 ആണെങ്കിൽ സംഖ്യ എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ x² + 1/x എന്ന് പറയുന്നത് 6 ആയിട്ട് വരും. x² + 1 എന്ന് പറയുന്നത് 6x ആണ്. x² - 6x + 1 = 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ ഒരു സിംഗിൾ എലമെന്റ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് നമുക്ക് ഓപ്ഷൻ ഇട്ടിട്ട് ഓപ്ഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റിയാണ്. പക്ഷെ ഇവിടെ ഇത്തിരി അല്ലെ വലിയ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? x² - 6x + c. ഇവിടെ നമ്മൾ x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താണ്? b - b ± √b² - 4ac / 2a എന്നുള്ളത്. നമുക്ക് ആദ്യം ഈ പറയുന്ന b² - 4ac കണ്ടുപിടിക്കാം. ഇതാണ് എന്ത്? ഇവിടെ x² കൂട്ടത്തിലുള്ളതാണ്. ഇതാണ് ജനറൽ ഫോർമാറ്റ് കേട്ടോ. ax² + bx + c ഇതാണ് ജനറൽ ഫോർമാറ്റ്. അപ്പൊ b² - 4ac എന്ന് പറയുന്നത് എന്ത് വരും? 6ന്റെ സ്ക്വയർ 36 - 4 × 1 × 1 എന്ന് വരും. 36 - 4 അതായത് 32 എന്ന് വരും. √b² - 4ac എന്ന് പറയുന്നത് എന്ത് വരും? √32 വരും. അതായത് √16 × 2 4 √2 വരും ആൻസർ ആയിട്ട്. ഇനി എന്താ? എക്സിന്റെ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് -b - 6 ± 4 √2 / 2. ഇവിടെ എങ്ങനെ വരും? മൈനസ് ബി അല്ലേ. അപ്പൊ ഇവിടുത്തെ +b ആയിട്ട് മാറും. ഇവിടെ 2 കോമൺ ആക്കി നമുക്ക് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ± 2 √2 എന്ന് വരും. ഇതും കട്ടായി പോകും. ആൻസർ വരേണ്ടത് 3 ± 2 √2 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചിത്രത്തിൽ സി വൃത്തകേന്ദ്രവും ആംഗിൾ ABD 30 ഡിഗ്രി ആയാൽ ആംഗിൾ ACD എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത് കണ്ടുപിടിക്കേണ്ടത് ABD എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് ഒരു വൃത്തകേന്ദ്രവുമായിട്ട് ഒരു ചാപം അല്ലെ, ഇതൊരു ചാപമല്ലേ, ഇത് ഉണ്ടാക്കുന്ന കോണം എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. ഇതെന്താണ്? ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? x/2 ആണ്. ഇത് 100 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 12.5 ആയിരിക്കും. ഇവിടെ 200 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. എത്രയാണോ കേന്ദ്രവുമായിട്ടുണ്ടാക്കുന്ന കോൺ അതിന്റെ പകുതിയായിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കേന്ദ്രവുമായിട്ടുണ്ടാക്കുന്ന ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഈ ഫിഗർ ഉണ്ടോ. അപ്പൊ ഇത് 30 ആണ് എങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? ഇവിടെ 60 ആയിരിക്കണം. അതിന്റെ ഇരട്ടി ആയിരിക്കണം വരേണ്ടത് കേന്ദ്രവുമായിട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി 60 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര? അപ്പൊ ക്ലോക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ക്ലോക്കിൽ 12, 1, 2 ഒന്നിടവിട്ട 2 സംഖ്യകളെ തമ്മിൽ യോജിപ്പിക്കണം. ഇവിടെ നമുക്കറിയാം ഓരോ മിനിറ്റും എന്ന് പറയുന്നത് എത്രയാണ് അല്ലെ? ഓരോ മിനിറ്റും 6 ഡിഗ്രി വീതമാണ്. ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അത് എത്രയാണ് ഗ്യാപ്പ് വരുന്നത്? 10 മിനിറ്റ് അല്ലേ വരേണ്ടത്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അത് 60 ഡിഗ്രിയാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 എടുത്തു. ഇത് നമ്മൾ ഇങ്ങനെയാണ് ആംഗിൾ എടുക്കേണ്ടത്. ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മിനിറ്റ് ആണ്. 1 മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ 10 മിനിറ്റ് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. കുറച്ചങ്ങ് ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലെവൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ നാളെ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്